ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സെറ്റ് പോക്കോ X2 എന്ന് പറഞ്ഞ മോഡല. ടച്ച് വർക്ക് ആണില്ല എന്നുണ്ടെന്ന് കസ്റ്റമർ വന്നത്. കോമൺ ആയിട്ട് CPU കംപ്ലൈന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ CPUവിന്റെ ഏത് ലൈന് മിസ്സാകുമ്പോഴാണ് ടച്ച് വർക്ക് ആവാത്ത കംപ്ലൈന്റ് വരിക നമുക്കൊന്ന് ഡീപ്പായി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഇതാണ് പോക്കോ X2ന്റെ ബോർഡ്. ഇവിടെയാണ് ഡിസ്പ്ലേ കൺട്രോൾ. അപ്പൊ ഇതില് 1 2 3 4 5 6 ആറാമത്തെ പിന്നൗട്ട് ഇല്ല. അത് ടച്ച് പാഡിന്റെ കണക്ഷൻ ആണ്. അതിന്റെ അപ്പുറത്തുള്ളത് വാല്യൂ ഉണ്ട്, ഇപ്പുറത്തുള്ളതിന് വാല്യൂ ഉണ്ട്. ആറാമത്തെ പിന്നിന് മാത്രം വാല്യൂ ഇല്ല. അത് നമുക്ക് എവിടുന്ന് വരുന്ന കണക്ഷനാണ് നോക്കി നോക്കാം. ബോർണിയോയിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് പോക്കോ X2ന്റെ ബോർഡ്. അതിൽ നമുക്ക് ഇവിടെയാണ് ഡിസ്പ്ലേ കണക്ഷൻ വരുന്നത്. ഡിസ്പ്ലേന്റെ കണക്ടർ ഇതാണ്. അതിൽ 1 2 3 4 5 6 ആറാമത്തെ ഈ കണക്ഷൻ, ഈ TPS എന്നുള്ള ഈ കണക്ഷനാണ് ഇല്ലാത്തത്. ഈ കണക്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഇത് എവിടെ നിന്ന് വരുന്നത്? ഇത് CPU വരുന്ന കണക്ഷനാണ് ടച്ച് പാഡിന്റെ. അങ്ങനെ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഇതാ CPU ഡയറക്റ്റ് പോകുന്നത്. ഈ കണക്ഷനാണ് ഇല്ലാത്തത്. അങ്ങനെ വന്നിട്ട് ഈ CPU ഈ ബോർഡ് അപ്പൊ നമുക്ക് ഇനി CPU എന്ന് ഊരിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മള് CPU ഒക്കെ ഊരി പക്കായി ബോർഡൊക്കെ ക്ലീൻ ആക്കി റീബോൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി റീഫിക്സ് ചെയ്തിട്ട് ആ കണക്ഷൻ വന്നിക്കണമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ റീഫിക്സ് ഒക്കെ ചെയ്ത് ഇനി നമുക്കൊന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ആറാമത്തെ പിന്നാണല്ലോ കണക്ഷൻ ഇല്ലാത്തത്. അതിൽ ചെക്ക് ചെയ്യുമ്പോൾ പക്കയായിട്ട് അവിടെ കണക്ഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തുള്ള കണക്ഷനുണ്ട്, ഇപ്പുറത്തുള്ള കണക്ഷനുണ്ട്. അങ്ങനെ നമ്മൾ ബോർഡ് റീഫിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഫോൺ പക്ക വർക്കിംഗ് ആണ്, ടച്ച് ഒക്കെ വർക്കിംഗ് ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ കാരണങ്ങൾ കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും.